ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്തു. അമ്മയ്ക്ക് വയ്യാണ്ട് അമ്മ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ മെല്ലെ എണീച്ച് വന്നതൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ പാലക്കാടാണ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവനതൊക്കെ കുടിച്ച് അവൻ പോയി കേട്ടോ. പിന്നെ അമ്മ മെല്ലെ എണീച്ച് വന്നു. പിന്നെ ഞാൻ പിന്നെ മുറ്റടിക്കലോ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അമ്മ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ചോറിനൊക്കെ വെള്ളം അടുപ്പത്തേക്കൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ചായക്ക് കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ കുറച്ച് ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേക്കറി ഞങ്ങൾ കഴിച്ചത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം ചൂടൊക്കെ അല്ലേ, വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പെട്ടെന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ച് വേഗം കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കാരണം നല്ല ചൂടാണ് അവിടെ. കാരണം വെയിലൊക്കെ ഇങ്ങോട്ട് ആയ പിന്നെ ചുട്ടിട്ടാന്തണ്ടാവില്ല. അപ്പോൾ അത് വെയിൽ നല്ല മൂത്ത് വരുമ്പോഴത്തേന് കുളിക്കാറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഏട്ടൻ്റെയും ഒരു മുണ്ട അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. പിന്നെ ഇളയച്ചൻ്റെയും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കും കുളിക്കണമല്ലോ. അപ്പോൾ അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ക്യാമറയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതാ ഞങ്ങളുടെ മുണ്ടും ഇതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇന്നിപ്പോൾ ചോറൊക്കെ അമ്മ നേരത്തെ വെച്ചു കേട്ടോ. കഞ്ഞിയൊക്കെ കറിക്കുള്ളതൊക്കെ ഇത് നമ്മുടെ നാടൻ കറിയാണ്. സ്പെഷ്യൽ ഇതൊന്നും പറയാൻ പറ്റില്ല. ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട് ഈ എന്താ പറയുക മുരിങ്ങക്കായൊക്കെ ഇട്ടുള്ള നാടൻ കറി കേട്ടോ. അപ്പോൾ എന്നാൽ അതാണ് വീട്ടിൽ കറി. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾക്ക് ഇങ്ങനെ നാടൻ കറികളൊക്കെ ഇഷ്ടം കേട്ടോ. വലിയ ഡിമാൻഡുകളൊന്നുമില്ല. എന്ത് കിട്ടിയാലും ഇനിയിപ്പോൾ ഒരു ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അനിയത്തി ഇതാ വന്ന് അവൾക്ക് കുട്ടീനെയൊക്കെ കുളിപ്പിച്ചു. അമ്മ ചെറിയ കുട്ടീനെയും വലിയ ആളെയൊക്കെ കുളിപ്പിച്ചു കേട്ടോ. ധോനി ബേബീനെയൊക്കെ കുളിപ്പിച്ചു. അവൾക്ക് കണ്ണെഴുതി കൊടുക്കുക, ചെറിയ മോൾക്ക് കേട്ടോ, അനിയത്തി. അപ്പോൾ അവളിങ്ങനെ കണ്ണെഴുതിയ താഴെ ചൂടൊക്കെ അല്ലേ. അപ്പോൾ അവളിനെ അതാ താഴെ കിടത്തിയിരിക്കുക, ഒരു പുല്ലുവായൊക്കെ ഇട്ടിട്ട് അതിൽ ഷീറ്റ് വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ മേലെ ധോനി ബേബി ഉറങ്ങുന്നുണ്ട്. അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് കണ്ണെഴുതാനൊന്നും അവൾ സമ്മതിച്ചില്ല. അവൾ ഉറങ്ങിപ്പോയി. അപ്പം എന്നാൽ ഉറങ്ങട്ടെ, ഉറക്കത്തിൽ ഇനി ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളിനെ തൊട്ടിയിലാണ് കിടത്തിയത് കേട്ടോ. അപ്പോൾ താഴെ കിടത്തിയിട്ട് അനിയത്തി അവൾക്ക് ഇത് കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലല്ലേ, അപ്പോൾ പിന്നെ മെല്ലെ സാവകാശമൊക്കെ ഓരോരോ ജോലികളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നിലമൊക്കെ ഒന്ന് തുടയ്ക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അടിച്ചു വരണം, അത് വെള്ളമൊക്കെ തെളിച്ചിട്ടായിട്ട് അടിച്ചു വരിക. നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മ അതാ ഓരോരോ പാത്രങ്ങളൊക്കെ കുറച്ച് മൂറി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മൂറി വയ്ക്കുക. ഇനി കഞ്ഞിയൊക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറിക്കില്ലാതൊക്കെ അമ്മ നുറുക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ അങ്ങനെയുള്ളതൊക്കെ നുറുക്കി വെച്ചിരിക്കുന്നു. അതിനി അടുപ്പത്ത് വെക്കണം കേട്ടോ. കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഞ്ഞിയുണ്ട്. അപ്പോൾ 28ഒക്കെ അല്ലായിരുന്നു അനിയത്തില്. അപ്പോൾ അതിൻ്റെ കൊണ്ടുവന്ന അച്ചാറ് മാങ്ങയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും അച്ചാറൊന്നും അങ്ങനെ ഞങ്ങൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അച്ചാറും പുളിയഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചു. അമ്മയും കഞ്ഞി കുടിച്ചു, അനിയത്തി കേട്ടോ കഞ്ഞിയെ കുടിച്ചത്. ഞങ്ങൾ നേരത്തെ കഞ്ഞി കുടിച്ചു. കഞ്ഞിയൊക്കെ ആയിരിക്കണം. കുറച്ച് മോരുണ്ടായിരുന്നു. അമ്മ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് മേടിക്കുന്നുണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ട് പാലിങ്ങനെ ഇത് വെച്ചിട്ട് ഉറൊഴിച്ചിട്ട് മോരുണ്ടാക്കിയിരിക്കണം. അപ്പോൾ നാടൻ മോര്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ അച്ചാറും പുളിയിഞ്ചിയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കഞ്ഞിയാണ് കുടിച്ചത്. അപ്പം ഇനി കറിയൊക്കെ ആവണുള്ളൂ. അപ്പം ഇനി കറിയൊക്കെ നുറുക്കി വെച്ചത് അമ്മ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പം ഇനി അടുപ്പത്ത് വെച്ചിട്ട് കുട്ടിയെന്ന് അതൊക്കെ ഇടുകൊണ്ട് കുട്ടിയുടെ തുണികളൊക്കെ തിരുമ്പാടുണ്ട്. എന്നാൽ നീ അത് നോക്കുമെന്ന് പറഞ്ഞു അമ്മ. എന്നാൽ ശരി, ഉപ്പേരി വയ്ക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ക്യാബേജും ബീട്രൂട്ടൊക്കെ ഇടുന്നതായി നുറുക്ക് കേട്ടോ. ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് അടുപ്പത്ത് വെച്ചിട്ട് അലക്കാൻ പോയി കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ കുട്ടി ഉറങ്ങുമല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് എന്നാൽ നുറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ടും അതൊക്കെ നന്നാക്കി ഒക്കെ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അവൾ പെട്ടെന്ന് എണീച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പോൾ വേഗം അതൊക്കെ അടുപ്പത്ത് വെച്ച് കറിയൊക്കെ ആയി കേട്ടോ. കറിയൊക്കെ പെട്ടെന്നാവും. കാരണം വേറെ നമുക്ക് കുറേ ഇതൊന്നും ഇടാം, പൊടികളൊന്നും സാമ്പാറിൽ പൊടികൾ ഇടുന്ന പോലെ ഇടണമെന്നും വേണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പിന്നെ വേണ്ടുള്ളൂ. പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ചാൽ പോരെ. അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതിയല്ലോ. പിന്നെ 2 കറിവേപ്പിലയും പൊടിച്ചിട്ട് ഞാനത് വേഗം പൊട്ടിച്ച് വെച്ചിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞ് ഉപ്പേരി വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് ചൂടൊക്കെ അല്ലേ, ഉറക്കമൊന്നും വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ചേച്ചി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചേച്ചി വീടിൻ്റെ അവിടെയൊക്കെ,
അപ്പോൾ ചേച്ചി ഡെയിലി വീഡിയോ ഒക്കെ ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ ഇവിടേക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാറുണ്ട്, ഇടാറുണ്ട്. എല്ലാവരും പറഞ്ഞു എൻ്റെ വീടിൻ്റെ അവിടുത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ ഫാനായത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് വീട്ടിലേക്ക് പോകും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുത്തെ രാജേട്ടൻ്റെ വീടിൻ്റെ അവിടുത്തെ വീഡിയോ ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പം പിന്നെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ വീഡിയോകളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ മാക്സിമം ഒക്കെ നമ്മുടെ തോടും കനാലും എല്ലാം ഒക്കെ കവർ ചെയ്യാനൊക്കെ ശ്രമിക്കാം കേട്ടോ, വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഇനി അവിടെ പോയാൽ ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണില്ല, എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതാ കറിയൊക്കെ താളിച്ച് വെച്ചു കേട്ടോ. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കറിയൊക്കെ താളിച്ച് ഉപ്പേരി വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തു എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേന് കുട്ടി എണീറ്റു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്, കഴിക്കണ വീഡിയോ ഒന്നും കേട്ടോ. പിന്നെ അപ്പോൾ അവളിനെ കൊണ്ട് നടക്കണം, വീഡിയോ എടുക്കുക ചെയ്യുക, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇനി നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.